പള്ളിയുടെ ഫ്രണ്ടിൽ. അങ്ങനെയാണ് കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒന്നുകൂടി അച്ഛൻ പള്ളിയകത്ത് വെച്ചത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ, നമുക്കെല്ലാം ചരിത്രമുറങ്ങുന്ന പുണ്യരാജ്യത്തിലെ യാന്ത്രിക രാജസദസ്, അതെ, വിശുദ്ധ തോമാസ് ലീഹായുടെ കൊട്ടേക്കാവിന്റെ പുണ്യഭൂമിയിലേക്ക് ഇതാ ആരംഭി വരുന്നു. ചരിത്രമുറങ്ങുന്ന പുണ്യരാജ്യത്തിലെ യാന്ത്രിക രാജസദസ്, വിശ്വാസത്തിന് വേണ്ടി ജീവിതം മുതൽ സമർപ്പിച്ച ശിഷ്യനായിട്ട് തോമാസിയാണ് മാതൃക വഴി എല്ലാവർക്കും അനുഭവവും ക്രിസ്തു ശിഷ്യൻ മാർ തോമാസ് ലീഹായാൽ സ്ഥാപിതമായ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ വടക്കൻപറവൂർ സെന്റ് തോമസ് കോട്ടയ്ക്കാവ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ തോമാസ് ലീഹായുടെ 1953 ദുഃഖ്രാന തിരുനാളിന് വികാരി ഫാദർ ജോസ് പുതിയേടത്ത് കൊടികയറ്റി. പ്രിയപ്പെട്ടവരെ, പറവൂർ കോട്ടക്കാവ് സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ മാർത്തോമാസ് ലീഹായുടെ ദുഃഖ്രാന തിരുനാളിന് 1953 ദുഃഖ്രാന തിരുനാളിന് ഇന്ന് കൊടി ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം നടന്ന കൊടിയുയർത്തൽ ശുശ്രൂഷയിലൂടെ തിരുനാളിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ച വിവരം ഏവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. മാർത്തോമാസ് ലീഹായ സ്ഥാപിതമായ ദേവാലയമാണ് പറവൂർ കോട്ടക്കാവ് സെന്റ് തോമസ് ദേവാലയം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്ര പ്രസിദ്ധമായ ഈ ദേവാലയം തോമാസ് ലീഹ വന്നിറങ്ങിയ മുസീറീസ് തുറമുഖത്തിനടുത്ത് തന്നെയാണെന്നുള്ളത് സന്തോഷകരമാണ്. പിതാവ് സ്ഥാപിച്ച 7 പള്ളികളിൽ പ്രധാനപ്പെട്ട ഒരു ദേവാലയമാണ് പറവൂർ സെന്റ് തോമസ് ഫൊറോന ദേവാലയം. അതിൻ്റെ ചരിത്ര സ്മരണകൾ ഉണർത്തുന്ന തിരുശേഷിപ്പുകൾ ഈ ദേവാലയത്തിൽ ഉണ്ട് എന്നതാണ് ഇതിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും വർദ്ധിപ്പിക്കുന്നത്. ഇവിടുത്തെ തിരുക്കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്, ജൂലൈ 3-ാം തീയതിയാണ് മാർത്തോമാസ് ലീഹ മരിച്ചത്. തമിഴ്നാട്ടിലുള്ള ചിന്നമലയിൽ വെച്ചാണ് അദ്ദേഹം വധിക്കപ്പെട്ടതെന്ന് നമുക്ക് രക്തസാക്ഷിത്വം കൈവരിച്ചത് AD 72. അതുകൊണ്ടാണ് 1953 ദുഃഖ്രാന തിരുനാളായി ഇത് ആചരിക്കുന്നത്. ചരമവാർഷികം പോലെയാണ്. നമ്മുടെ ഒരു പിതാമഹൻ്റെയൊക്കെ ചരമവാർഷികം ആചരിക്കുന്നത് പോലെ ഈ ഇടവക ജനം അവരുടെ ഹൃദയത്തിൽ പിതാവിനെ സ്വീകരിച്ചുകൊണ്ടാണ് തങ്ങളുടെ പിതാവിൻ്റെ മരണത്തിൻ്റെ ഓർമ്മ ആചരിക്കുകയാണ് ആഘോഷമായിട്ട്. ജൂലൈ 3-ാം തീയതി ഇവിടുത്തെ തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേർച്ചസദ്യ തന്നെയാണ്. പിതാവിൻ്റെ സ്തുതിക്കും ബഹുമാനത്തിനുമായി ഇടവക ജനങ്ങളുടെ നേതൃത്വത്തിലും സഹകരണത്തിലും 10,000-ത്തിലധികം പേർക്ക് നേർച്ചസദ്യ ഒരുക്കുന്നുണ്ട്. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം വിവിധ തലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ തിരുനാളിൻ്റെ നടത്തിപ്പിന് ഏറ്റവും ആദ്യമായിട്ട് നേതൃത്വം നൽകുന്നത് പൊതുയോഗത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ബിനു കോലഞ്ചേരിയാണ് അതിൻ്റെ ജനറൽ കൺവീനർ. വിവിധ കമ്മിറ്റികളുടെ നേതൃത്വം വഹിക്കുന്നവരും എല്ലാവരും സഹകരിച്ചാണ്
ഈ തിരുനാൾ നടത്തപ്പെടുന്നത്. വൈകിട്ട് 5-ന് പറവൂർ സെന്റ് ജെർമെയിൻസ് പള്ളിയിൽ നിന്നും ആരംഭിച്ച പതാക പ്രയാണത്തിൽ വികാരി ഫാദർ ജെറി ഞാളിയത്ത് പതാക ആശീർവദിച്ച് പ്രയാണം ഫ്ലാഗ് ഓഫ് ചെയ്തു. ചരിത്രമുറങ്ങുന്ന പുണ്യരാജ്യത്തിലെ യാന്ത്രിക രാജസദസ്, അതെ, വിശുദ്ധ തോമാസ് ലീഹായുടെ ക്രിസ്തുവിന്റെ പതാക, വിജയ പതാക പാലിച്ച് നടന്ന അതേ രീതികളിൽ നമ്മളും വിശ്വാസത്തിൽ മക്കളായി നമ്മളും അത് പിന്തുടരുകയാണ്. ആ വിശ്വാസ ചൈതന്യത്തോടുകൂടി നമുക്ക് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം. ഇത് ഒരേ സമയം തിരുക്കർമ്മമാണ്, അതേസമയം നമ്മൾ നഗരവീതിയിലൂടെ പോകുമ്പോൾ ഈ തിരുനാൾ ആരംഭിക്കുന്നു എന്നതിൻ്റെ പ്രഘോഷണമാണ്. നമ്മുടെ ഇടവകയുടെ തിരുനാൾ ആഘോഷത്തിൻ്റെ ഈ പ്രഘോഷണം സാക്ഷ്യത്തോടുകൂടി വിശ്വാസതീക്ഷ്ണതയോടുകൂടി നമുക്ക് ചെയ്യാം. തുടർന്ന് നിരവധി ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ കോട്ടയ്ക്കാവ് പള്ളിയിലെത്തിയപ്പോൾ ഫാദർ ജോസ് പുതിയെടുത്ത് പതാക ഏറ്റുവാങ്ങി കൊടികയറ്റം നടത്തി. തുടർന്ന് ആഘോഷമായ ദീപബലി, പ്രസംഗം, നൊവേന എന്നിവയും നടന്നു. വിശുദ്ധ തോമാസിയെക്കുറിച്ച് അനിൽ പറവൂർ രചിച്ച് OU ബഷീർ ആലപിച്ച ഒരു ഗാനത്തിൻ്റെ പ്രകാശനം ഫാദർ പുതിയെടുത്ത് നിർവഹിച്ചു. ഒന്നാം തീയതിയാണ് പ്രധാന തിരുനാൾ. സമൂഹ മാമുദീസ നവീകരണം, പ്രദക്ഷിണം, നേർച്ച സദ്യ എന്നിവയും നടക്കും. സഹവികാരി ഫാദർ സുജിത് കുവേരി, തിരുനാൾ ജനറൽ കൺവീനർ ബിനു ജോസഫ് കോലഞ്ചേരി, കൈക്കാരന്മാരായ ബിനോയ് ആൻഡ്രു സാമ്പിക്കൽ, ജിസ്മോൻ അഗസ്റ്റിൻ മേച്ചേരി, വൈസ് ചെയർമാൻ ജോയി മാഞ്ഞൂരാൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ നേതൃത്വം നൽകി വരുന്നു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.